നമസ്കാരം. പ്രധാന വാർത്തകൾ. സമഭാവനയുടെ തിരുപ്പിറവി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനയ്ക്കും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിനും ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും ക്രിസ്തുമസ് കരോത്സംഘവും സജീവം. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളി പ്രക്ഷോഭം. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌണിന് മുന്നിൽ തൊഴിലാളി സമരം ആരംഭിച്ചു. ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് സംയുക്ത തൊഴിലാളികൾ. തൃശൂരിൽ അമ്മയെയും മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് എരിഞ്ഞേരി അങ്ങാടിയിൽ പല്ലൻ വീട്ടിൽ 48-കാരനായ പ്രവീൺ, മാതാവ് 78 വയസ്സുള്ള മെറീന. ഇരുവരെയും കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ. സംഭവം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരരുതെന്ന രാഷ്ട്രീയ ഭരണകൂട ശാഠ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല മാധ്യമപ്രവർത്തകരെന്ന് KUWJ പാലക്കാട് ഘടകം. കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധം. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കം അനുവദിക്കില്ലെന്നും KUWJ. കേരളത്തിന്റെ ഭിന്നശേഷി സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഡിസംബർ 27-ന് കുളപ്പുള്ളിയിൽ ചേരുന്ന ജില്ലാ സമ്മേളനം ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഒളിവിൽ പോയ യൂട്യൂബർ മണവാളിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 ഏപ്രിൽ 19-ന്. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം. സംഭവത്തിൽ 11 പേർ പഴയന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമകാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിനെ അറിയിക്കും. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനകൾക്കും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കുമായി വിവിധ ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. സഹോദര്യത്തിന്റെയും സ്നേഹ സന്ദേശത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. സമഭാവനയുടെ തിരുപ്പിറവി. നക്ഷത്രത്തിളക്കത്തോടെ ക്രിസ്മസ് ദിനത്തിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകം ക്രിസ്മസ് ആഘോഷ നിറവിലേക്ക് തയ്യാറെടുക്കുന്നത്. ഡിസംബർ 25-നാണ് ഉണ്ണിയേശുവിന്റെ പിറവി ദിനമായ ക്രിസ്മസ്. സാഹോദര്യത്തിൻ്റെയും സ്നേഹസന്ദേശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം കൂടിയാണ് ക്രിസ്മസ് ദിനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാടും നഗരവും. മിക്ക ദേവാലയങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പാതിര കുർബാനകൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി വിവിധ ദേവാലയങ്ങളും ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. രാത്രി 11 മണി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമാകും. വിവിധ ദേവാലയങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് STV ന്യൂസ്. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിച്ചു വരുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത തൊഴിലാളി സമരം. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് കൺസ്യൂമർ ഫെഡ് പിന്തിരിയണമെന്നും ഗോഡൌൺ മാറ്റിസ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും സമരത്തോടൊപ്പം ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. സുബൈർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് അനിൽ K. ബാലൻ, STU നേതാവ് MM ഹമീദ്, വെൽഫെയർ പാർട്ടി നേതാവും നഗരസഭാ കൌൺസിലറുമായ M. സുലൈമാൻ, കൌൺസിലർമാരായ PK ഹസനുപ്പ, PS വിപിൻ, മനോജ് ചെങ്ങന്നൂർ, അബ്ദുള്ള, FITU ഭാരവാഹി M. കാജ ഹുസൈൻ, SDTU ഭാരവാഹി ഖലീൽ റഹ്മാൻ, തങ്കച്ചൻ, K. വേലു, സുരേഷ്, കാസിം, ഇക്ബാൽ, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. സലീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ എരിത്തേരി അങ്ങാടിയിൽ പല്ലൻ വീട്ടിൽ 48 വയസ്സുള്ള പ്രവീൺ, അമ്മ 78 വയസ്സുള്ള മെറീന എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ നഗരത്തിലെ എരിഞ്ഞേരി അങ്ങാടിയിലാണ് സംഭവം. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ പ്രദേശത്തുള്ളവർ നടത്തിയ പരിശോധനയിലാണ് മരണവിവരം അറിയുന്നത്. ഉടൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു.
പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മുറിക്കുള്ളിൽ കിടക്കുന്ന നിലയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. വാതിലുകൾ അകത്തുനിന്നും പൂട്ടിയ നിലയിലായതിനാൽ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പ്രവീണിന്റെ സഹോദരൻ വിദേശത്തും സഹോദരി തൃശൂരിൽ മറ്റൊരിടത്തും താമസിക്കുകയാണ്. പ്രവീണും മെറീനയും മാത്രമാണ് വീട്ടിൽ താമസം. മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് കരുതുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരരുതെന്ന രാഷ്ട്രീയ ഭരണകൂട ശാഠ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല മാധ്യമപ്രവർത്തകരെന്ന് KUWJ പാലക്കാട് ഘടകം. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കാൻ നിയമപരമായി പോലീസിന് അവകാശമില്ല. രാഷ്ട്രീയക്കാർക്കും ഭരണകൂടങ്ങൾക്കും പല കാര്യങ്ങളിലും യു-ടേൺ അടിക്കേണ്ടി വരുന്നത് വാർത്തകളെ തുടർന്നാണ്. രാജ്യതാൽപര്യം സംരക്ഷിക്കാനാണ് മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. അഴിമതികൾ, കെടുകാര്യസ്ഥത, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നിവയെല്ലാം ജനങ്ങൾ അറിയേണ്ടതും പ്രതികരിക്കേണ്ടതുമായ വിഷയങ്ങളാണെന്ന് KUWJ പാലക്കാട് ഘടകം പറഞ്ഞു. പോലീസ് നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം, മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ നിർവാഹക സമിതി അംഗം PB പ്രശാന്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി, ജില്ലാ സെക്രട്ടറി M ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ ഭിന്നശേഷി സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഡിസംബർ 27-ന് കൊളപ്പള്ളിയിൽ ചേരുന്ന ജില്ലാ സമ്മേളനം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും പാലക്കാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ KRTA ജില്ലാ സെക്രട്ടറി ദീപ ജോസ് പറഞ്ഞു. അവധിക്കാലങ്ങളിൽ പോലും റിസോഴ്സ് ടീച്ചർമാർക്ക് അധ്വാനം ഏറെയാണ്. കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്ന ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ പരിചരിക്കുന്ന ടീച്ചർമാരെ കേന്ദ്രം അവഗണിക്കുകയാണ്. അശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണം, ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ കേന്ദ്ര നടപടികൾ ഭിന്നശേഷി സൗഹൃദാന്തരീക്ഷം തകർക്കുകയാണെന്നും ദീപ ജോസഫ് പറഞ്ഞു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ സംഘടനയാണ്. സമഗ്ര ശിക്ഷയുടെ കേരളയുടെ ഭാഗമായി കേരളത്തിൽ 168 BRCകളുണ്ട്. അതിൽ നമ്മുടെ ജില്ലയിൽ പാലക്കാട് 13 BRCകൾ ഉണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന അക്കാദമിക പിന്തുണ നൽകുന്നവരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ജോലികൾ ജില്ലാ പ്രസിഡന്റ് KG ഷാ, KS സംഗീത എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനങ്ങൾ സർക്കാരിനെ അറിയിക്കാനാണ് പൊതുമരാമത്തിന്റെ നീക്കം. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വിഭാഗം, ബ്രിഡ്ജസ് വിഭാഗം എന്നിവയിൽ നിന്നും ഓരോ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പാലം ഇനി സംരക്ഷിച്ചു നിർത്താൻ ഭീമമായ ചെലവ് വരുമെന്നും മാത്രമല്ല ഭാരതപ്പുഴയിൽ ഇനിയൊരു കുത്തൊഴുക്കുണ്ടായാൽ പാലത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടെ ഒലിച്ചുപോകാനും സാധ്യത ഏറെയാണെന്നും കഴിഞ്ഞ മാസങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം സർക്കാരിനെ അറിയിച്ചിരുന്നു. മുൻവർഷങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം പാലത്തിൽ പരിശോധന നടത്തുകയും പാലത്തിന് ബലക്ഷയം സംഭവിച്ചതായും ഉടൻ പൊളിക്കണമെന്നും ആവശ്യപ്പെട്ട് 2023 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ പാലം സംരക്ഷണമെന്ന് ആവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പും ചില സംഘടനകളും സർക്കാരിനെ സമീപിച്ചതോടെയാണ് പഴയ കൊച്ചിൻ പാലം പൊളിക്കൽ അനിശ്ചിതത്വത്തിലായത്. പാലം പൊളിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി വരുന്ന ചിലവ്, എത്ര ദിവസം കൊണ്ട് പൊളിച്ചു നീക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. പഴയ കൊച്ചിൻ പാലം സംരക്ഷിക്കണമെന്നും ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നും പരിസ്ഥിതി സംരക്ഷണ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴയിൽ ഇനിയൊരു ശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ മറ്റ് ഭാഗങ്ങൾ കൂടി ഒലിച്ചുപോകാൻ സാധ്യതയേറെയാണ് എന്നാണ് റിപ്പോർട്ട്. 15 സ്പാനുകളിലായി 300 മീറ്റർ നീളത്തിലുള്ള പാലത്തിൽ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള 6, 7, 8 സ്പാനുകളാണ് നേരത്തെ പൂർണ്ണമായും പുഴയിലേക്ക് കൂപ്പുകുത്തിയത്. മലബാറിന്റെ കവാടമെന്ന് പറയാവുന്ന കൊച്ചിൻ പാലം 2011 നവംബർ 1-നാണ് തകർന്നു വീണത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ജൽജീവൻ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി. ജൽജീവൻ പദ്ധതി നടത്തിപ്പിൽ കേരളം 31-ാം സ്ഥാനത്താണെന്നും കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 45% വീതം കേന്ദ്രവും കേരളവും 10% ഉപഭോക്തൃ വിഹിതവും ചേർത്താണ് ഗ്രാമീണ മേഖലകളിൽ ശുദ്ധജലമെത്തിക്കുന്ന ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത്. 5 വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 1 വർഷം കൂടി നീട്ടിവാങ്ങി. പദ്ധതി അതിവേഗം നടപ്പിലാക്കാൻ കഴിയുന്ന
അനുകൂല സാഹചര്യമുള്ള കേരളത്തിൽ കാലാവധി നീട്ടിവാങ്ങിയിട്ടും പദ്ധതി മുന്നോട്ടു പോകാത്തതിന് പിന്നിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേരള വിഹിതമായ 250 കോടി സംസ്ഥാനം നൽകാത്തതിനെ തുടർന്ന് കേന്ദ്ര വിഹിതവും മുടങ്ങി. 44,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് സംസ്ഥാനം കരാറുകാർക്ക് നൽകാനുള്ളത്. കരാർ തുകയ്ക്കായി ധനമന്ത്രിയെ നിരവധി തവണ സമീപിച്ചെങ്കിലും നിരാശയാണ് ഫലം. കരാറുകാർ കടത്തിൽ മുങ്ങി ആത്മഹത്യയുടെ വക്കിലാണ്. തികച്ചും ഉദാസീനതയോടെയും അപക്വവുമായ രീതിയിലുമാണ് സംസ്ഥാനം പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെന്ന് വർഗീസ് കണ്ണമ്പള്ളി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും ചുരുങ്ങിയ നക്ഷൽ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ചിത്രം. അപ്പൊ നമുക്ക് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കരാറുകാരുടെ പ്രശ്നമായിട്ടോ കാണരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതി അത് ഇങ്ങനെ നിലച്ചു നിൽക്കുകയാണ്, കലത്തിൽ നിലച്ചു നിൽക്കുകയാണ്. കേരളത്തിലെ കരാറുകാർ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്നുള്ള വൻകിട കരാറുകാർ ഈ പണികൾ ചെയ്യുന്നു. അപ്പോൾ 1000 കോടി രൂപയുടെ ഒറ്റപ്പണി ചെയ്യുന്നവരുണ്ട്, 500 പണി കോടി ചെയ്യുന്നവരുണ്ട്. കേരളീയർ വളരെ നാമമാത്രമായ കാലത്ത് നമുക്കുണ്ട്. ഇങ്ങനെ നമ്മുടെ കരാറുകാരിൽ 100 കോടിയൊക്കെ എടുക്കുന്ന അപൂർവം ചില ആൾക്കാരുണ്ട്. ഒരു 50 കരാറുകാരിൽ കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ള ഒരു 50 കരാറുകാരിൽ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരെ രൊക്കം പണം കിട്ടുന്നുണ്ട് ആവേശത്തോടുകൂടി. രാധാകൃഷ്ണൻ മാത്തൂർ, വിനായകമൂർത്തി, എൻ രമേശ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിൽ പോയ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളൻ യൂട്യൂബർക്കെതിരെയാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് നോട്ടീസ് പുറത്തിറക്കിയത്. ഈ വർഷം ഏപ്രിൽ 19 കേസിനാസ്പദമായ സംഭവം. കേരളവർമ്മ കോളേജ് റോഡിൽ വച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കേസ്. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ച കുത്തേറ്റു. 8 സ്ത്രീകളും 3 പുരുഷന്മാരും അടക്കം 11 പേർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പാലാട്ടുകുന്ന് ചെമ്മാട്ടുകുളമ്പ് റബ്ബർ തോട്ടത്തിൽ വച്ച് രാവിലെ 10ഓടെയായിരുന്നു സംഭവം. പരിക്കേറ്റവർ പഴയന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആർക്കും പരിക്കില്ല. ചിറ്റൂർ സ്വദേശി ജ്യോതിഷിന്റെയാണ് വാഹനം. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനം കത്തിനശിച്ചത്. പുക ഉയരുന്നത് കണ്ട് കാർ യാത്രക്കാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. കാലത്ത് 11 മണിയോടുകൂടിയാണ് സംഭവം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബൈപ്പാസ് റോഡിലൂടെ പോവുകയായിരുന്ന ജ്യോതിഷിന്റെ മാരുതി കാറാണ് കത്തിനശിച്ചത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട കാർ യാത്രക്കാർ പെട്ടെന്ന് കാർ റോഡരികിൽ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിലായിരുന്നു ജ്യോതിഷിന്റെ കാർ. പുക പടരുന്നത് കണ്ട MLA, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരെ ബന്ധപ്പെട്ടു. സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനയെത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചത്. തീപിടുത്തത്തിന് കാരണമെന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല. കാറിൽ ഉണ്ടായിരുന്നവർ ആർക്കും പരിക്കില്ല. ബൈപ്പാസ് റോഡിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്കുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എല്ലാ കാലത്തെ സംഗീതത്തിലും ആസ്വദിക്കാനും അഭിമാനിക്കാനും വകയുണ്ടെന്ന് പിന്നണി ഗായിക ബി അരുന്ധതി. നൃത്തരൂപങ്ങളിലെ ഗവേഷകർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്ന് നർത്തകി പ്രിയദർശിനി ഗോവിന്ദും പറഞ്ഞു. പാലക്കാട് നടക്കുന്ന നൃത്തസംഗീതോത്സവം സ്വരലയയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും. ആദ്യകാലങ്ങളിൽ സംഗീതത്തിന് പ്രാധാന്യമുള്ള പാട്ടുകളായിരുന്നുവെങ്കിൽ ഇന്ന് ടെക്നിക്കൽ വശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പുതു തലമുറ ഗാനങ്ങളിലും ആസ്വദിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്. ഇതുമായി യോജിച്ചു പോകാൻ കഴിയാത്തവരാണ് ഇകഴ്ത്തി പറയുന്നത്. ആസ്വാദകരെ കണക്കിലെടുത്താണ് ഗാനങ്ങൾ പിറവിയെടുക്കുന്നതെന്നും അരുന്ധതി പറഞ്ഞു. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അതായത് ജനറേഷൻ മാറുന്നതനുസരിച്ച് നമ്മളത് മനസ്സിലാക്കുക, അതിലൊരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പം എനിക്കത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ 2 പേര് എൻ്റെ ഫാമിലിയിലുള്ളത് കാരണം എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ മഹത്വം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സോങ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അമ്മ ഇത് കേൾക്കുമോ, അങ്ങനെ ഞാൻ ചിലപ്പോൾ അയ്യോ അതൊരു സുഖമില്ലാതെ ഇപ്പോൾ അവർ അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ എനിക്കത് വലിയൊരു അനുഭവമാണ്. അപ്പോഴാണ് നമ്മളതിൽ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് ഒരു ഡിഫറൻ്റ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആകാത്തത് കൊണ്ടാണ് നമുക്കൊരു ഏലിയനായിട്ട് തോന്നുന്നത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവാറുള്ളത്. പിന്നെ ആക്ച്വലി ഇപ്പോൾ ഒരു ടെക്നിക്കാലിറ്റി കൂടുതലുള്ള ഒരു സമയം, എല്ലാം ഒരു ടെക്നിക്സ് കൂടുതലുള്ള ഇതായത് കാരണം
നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് എക്സ്പ്രഷൻ കുറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക മറ്റ് കുറച്ച് പാടിയാൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ള സപ്പോർട്ട് ബാക്കിംഗ് ഒക്കെ ബാക്കി ഒരുപാടുള്ളത് കാരണം ക്ലാസിക്കൽ നൃത്തങ്ങൾക്ക് വേണ്ടവിധം പ്രോത്സാഹനമില്ലെങ്കിലും ആസ്വാദകരിൽ കുറവുണ്ടാകുന്നില്ലെന്നത് ആശ്വാസകരമാണ്. ഒരു കാലത്ത് പ്രത്യേക ഇടങ്ങളിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ടിരുന്ന ക്ലാസിക്കൽ നൃത്തങ്ങൾക്ക് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വേദി കിട്ടുന്നുണ്ട്. നൃത്തങ്ങളിലും നൃത്തസംഗീതങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നതും പ്രമേയങ്ങൾ ഏറ്റെടുത്ത് അവതരിപ്പിക്കുന്നതും ഗുണകരമാണെന്നും ഭരതനാട്യ നർത്തകി പ്രിയദർശിനി ഗോവിന്ദ് പറഞ്ഞു. അത് വളരെയധികം ആൾക്കാർ സ്വീകരിച്ചു. പീപ്പിൾ genuinely wanted to hear more such compositions and the stories behind those compositions. അങ്ങനെയാണ് തീമാറ്റിക് കോൺസേർട്സിലേക്കുള്ള എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു യാത്ര അവിടുന്ന് തുടരുകയായിരുന്നു. പിന്നെ ആണ് സ്വരലയുടെ വേദി വന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഒരു തീം എന്ന് പറയുന്നത് ടു സെലിബ്രേറ്റ് ദ ഡിവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ മ്യൂസിക് നമുക്കറിയുന്ന പോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പാൻസീവ് ആയിട്ടുള്ള ഒരു കടൽ തന്നെയാണ്. അപ്പം അതിൽ പല വൈവിധ്യമാർന്ന ജോണേഴ്സ് ഉണ്ട്. അപ്പം ഗായകരായ അഭിരാമി അജയ്, ശ്രീകാന്ത് ഹരിഹരൻ, ചാരു ഹരിഹരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്രിസ്തുവിന്റെ ജനനം അറിയിച്ചുകൊണ്ട് ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയ കരോൾ സംഘം കുടുംബ യൂണിറ്റ് ഭവനങ്ങളിൽ എത്തി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇടവക വികാരി ഫാദർ ജപമാല ലോറൻസിന്റെ നേതൃത്വത്തിൽ കരോൾ സംഘം എത്തിയത്. ഡിസംബർ 21, 22, 23 എന്നീ 3 ദിവസങ്ങളിൽ ആണ് കരോൾ നടന്നത്. സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കുടുംബ യൂണിറ്റുകളായ സെന്റ് ആന്റണീസ്, സെന്റ് മേരീസ്, സെന്റ് ജോസഫ് എന്നീ കുടുംബ യൂണിറ്റുകളിലാണ് കരോൾ നടന്നത്. പ്രസന്റേഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മെറ്റി DPMT, സിസ്റ്റർ ജാസ്മിൻ AC, സിസ്റ്റർ നീതു AC, സിസ്റ്റർ രശ്മിത DPMT എന്നിവർ മേൽനോട്ടം വഹിച്ചു. ഇടവക വികാരി ജപമാല ലോറൻസ് ആശീർവാദ പ്രാർത്ഥനയും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി പള്ളം ശ്മശാനം കടവ് ഭാഗത്ത് യുവാവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചതെന്നാണ് നിഗമനം. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം കരയ്ക്കെത്തിച്ചു. യുവാവിനെ തിരിച്ചറിയുന്നതിനായി ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള KSRTC ബസ് സർവീസ് ആരംഭിച്ചു. സർവീസിന് ഷൊർണൂരിൽ സ്വീകരണം നൽകി. ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറെ അവഹേളിക്കുക വഴി രാജ്യത്തെ മതേതരത്വത്തെയാണ് അമിത് ഷാ അവഹേളിച്ചത്. ഭരണഘടന അട്ടിമറിച്ച് സവർക്കറെ പ്രതിഷ്ഠിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മനുസ്മൃതിയും സവർക്കറുമല്ല ദേശീയ തലത്തിലൂന്നിയ മതസൗഹാർദ്ദമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ രാജ്യത്ത് കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, C. ചന്ദ്രൻ, CV ബാലചന്ദ്രൻ, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ MP രമ്യ ഹരിദാസ്, സുമേഷ് അച്യുതൻ, P. ബാലഗോപാലൻ, KA തുളസി എന്നിവർ സംസാരിച്ചു. മാർച്ചിന് ശേഷം അമിത് ഷാക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കുള്ള കത്ത് ജില്ലാ കളക്ടർക്ക് നിവേദനമായി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1956 മുതൽ 2015 വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും. വിവിധ പരിപാടികളോടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന തലക്കെട്ടിലാണ് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. 1956 മുതൽ 2015 വരെയുള്ള പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുറമെ മുൻ അധ്യാപകരും ഉൾപ്പെടെ 1500ഓളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ പറഞ്ഞു. രാവിലെ 9:30 പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് അധ്യാപകരെ ആദരിക്കും. ഉച്ചയ്ക്ക് 2:30 അനുമോദന സദസ്സ് നടക്കും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകാശ, അർജുൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. ബീന ടീച്ചർ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കൂടാതെ വള്ളുവനാടൻ ചെമ്പരത്തിയുടെ നാടൻപാട്ട് എന്നിവയും ഉണ്ടായിരിക്കും. GSS കുടുംബ ബെസ്റ്റ് 1956 സ്ഥാപിതമാക്കി. 1956 ജനുവരി 16 ആണ് ഈ വിദ്യാലയം ഒരു ഏക അധ്യാപകനായിട്ട് ആരംഭിക്കുന്നത്. അന്ന് മുതൽ 2015 വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു ഒത്തുചേരൽ ഈ ഡിസംബർ 26-ാം തീയതി നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടക്കുക. വിവിധ മേഖലകളിൽ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തിയ എല്ലാവരും ആ സംഗമത്തിൽ ഒത്തുചേരുന്നുണ്ട്. ഏകദേശം ഒരു 150ഓളം അധ്യാപകരെ ഞങ്ങൾ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കുറേ അധ്യാപകർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുറേ ഏകദേശം 1500-2000 വിദ്യാർത്ഥികളെയാണ് മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാൻ പോകും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ HM ഗീതാ തങ്കം, PTA പ്രസിഡന്റ് NM അനൂപ്, KP ഷൗക്കത്ത് അലി, M വരദ, ഷംസു കൊടുമുണ്ട, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി, പിന്നെ അയാൾ തന്നെ എന്ന് ഉറപ്പാക്കി. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ സംവിധാനം ചെയ്ത ലാൽ ജോസ് ആണ് ഒറ്റപ്പാലം NSS കോളേജ് പ്രീ ഡിഗ്രി 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എത്തിയത്. തിരക്കുകൾക്കിടയിലും ലാൽ ജോസ് ഒപ്പം പഠിച്ചവരെ മറന്നില്ല. ക്ലാസ്മേറ്റ്സ് സിനിമ പിറവി കൊള്ളുന്നത് ഇത്തരമൊരു കൂട്ടായ്മയിലാണ്. 26 പേരാണ് സംഗമത്തിൽ പങ്കാളികളായത്. 4ാമത്തെ പ്രാവശ്യമാണ് ഇവർ ഒത്തുചേരുന്നത്. ഓർമ്മകളെ തഴുകിയുള്ള കൂട്ടുപറച്ചിൽ, ഒരുമിച്ചൊരു ഓർമ്മചിത്രം, പിന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ക്ലാസ്മേറ്റ്സുകൾ ഒന്നിച്ചാൽ ഇതൊക്കെയാണ് ട്രെൻഡ്. എന്നാൽ ഇവരുടെ ഒത്തുചേരൽ ഒരു വേറിട്ട അനുഭവമായിരുന്നു. ലതാ ഉണ്ണികൃഷ്ണൻ എഴുതി ഗായിക വിദ്യ ചിട്ടപ്പെടുത്തി ആലപിച്ച മംഗളഗീതത്തോടെയായിരുന്നു തുടക്കം. കോളേജിൽ പഠിച്ച പഴയകാല അനുഭവങ്ങൾ പുതുക്കിയും ആടിയും പാടിയും അവർ ഒരു ദിവസം ഉല്ലാസമാക്കി. ഒപ്പം ലാൽ ജോസും കൂടി. ക്ലാസ്മേറ്റ്സ് സിനിമയും അതിലെ പാട്ടുകളും ചർച്ചയായി. ഒരു സിനിമാ സംവിധായകൻ എന്ന അഹംഭാവമൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെയാണ് പഴയകാല കൂട്ടുകാർക്കൊപ്പം ലാൽ ജോസ് പങ്കെടുത്തത്. പൂർവ്വ വിദ്യാർത്ഥികളായ ഗായകൻ ദിനേശ്, KT രാധാകൃഷ്ണൻ, NS കൃഷ്ണകുമാർ, VA ബാലു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള പദ്ധതി ആസൂത്രണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നടത്താത്തതിന്റെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് ഇത്ര ശതമാനം ചെലവാക്കാനായിട്ട് സാധിക്കാതായത്. എന്നാൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ജലജീവൻ മിഷന്റെയും നേതൃത്വത്തിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിലെ കുറച്ച് റോഡുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ചർച്ചകളാണ് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഈ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് ചെയ്തു തരാറുള്ളത്. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, MK ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൾ മുത്തലി, സുനിത, ഷെഫീന നജീബ്, VM അൻവർ സാദിഖ്, VC പ്രീത, AA ഷിഹാബ്, PU റജുല, സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. PC സുമ സ്വാഗതവും സെക്രട്ടറി ബിനു നന്ദിയും പറഞ്ഞു. 5,82,60,60,713 രൂപയ്ക്കുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ചെറിയ സ്ഥാപനങ്ങളെ വരെയും വീൽ ചെയർ ആക്സസബിൾ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്ക് തുടക്കം നമ്മൾ ഈ പുതുവർഷത്തിൽ കുറിക്കുവാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നലുകൾ ഒട്ടും തന്നെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയി. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ ട്രാഫിക് സിഗ്നലുകളിലില്ല. എല്ലാം ഒറ്റയടിക്ക് ചെയ്യുമെന്നുള്ള നിങ്ങളുടേതായ ഒരു വേദി വന്ന് നിങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് കൈയടി കിട്ടിയിട്ട് പിന്നെ പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട്
പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സാജോ ജോൺ, വിവിൻ PS തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് E രാജൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബേബി ജോസഫ്, KFB ജില്ലാ സെക്രട്ടറി MK ഷെരീഫ്, മുൻ കൗൺസിലർ U ശബരി, ഡൊറോത്തി അനീറ്റ, MGHSS തോമസ് മാതാ ഫാമിലി, മുഹമ്മദ് അസ്ലാം, കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ അംഗം M അസൻ മുഹമ്മദ് ഹാജി, KFB ഭാരവാഹികളായ VP പ്രശാന്ത്, P പ്രേമ, ക്ലിൻഡി മാത്യു എന്നിവർ സംസാരിച്ചു. നിർദ്ധരായ കാഴ്ച പരിമിതരായ 81ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 6 മാസവുമായി സെക്രട്ടറി ഇല്ലാത്തതിനാൽ മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി ഭരണസമിതിയുടെ ആക്ഷേപം. നിലവിൽ കുഴൽമന്ദം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധിക ചുമതല നൽകിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്നയാൾ സ്ഥലം മാറിപ്പോയതിനാൽ മാത്തൂരിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലാതായിട്ട് 6 മാസമായി. സെക്രട്ടറി ഇല്ലാത്തതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി ഭരണസമിതിയുടെ ആക്ഷേപമുണ്ട്. കുഴൽമന്ദം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് മാത്തൂർ പഞ്ചായത്തിന്റെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾക്കും പ്രയാസപ്പെടുന്നതോടൊപ്പം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം മാത്രമാണ് ശേഷിക്കുന്നതെന്നും സെക്രട്ടറി ഇല്ലാത്തതിനാൽ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും 6 മാസമായിട്ടും സ്ഥിരമായി സെക്രട്ടറിയെ നിയമിക്കാത്തത് പഞ്ചായത്തിന്റെ സർവോന്മുഖ വികസനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദും പഞ്ചായത്ത് അംഗം ഉദയപ്രകാശും പറഞ്ഞു. സെക്രട്ടറി ഇല്ലാതായിട്ട് 6 മാസത്തോളം ആകുകയാണ്. ഈ 6 മാസത്തിന് മുൻപ് തന്നെ 3 സെക്രട്ടറിമാർ ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ 3 സെക്രട്ടറിമാർ മാറുന്ന ഒരു സാഹചര്യം. ഈ സെക്രട്ടറി പെർമനന്റായ ഒരു സെക്രട്ടറി ഇല്ലാതിരിക്കുമ്പോൾ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഈ വാർഷിക പദ്ധതിക്ക് ഇനി ആകെ 3 മാസം മാത്രമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ വാർഷിക പദ്ധതിയുടെ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന് സ്ഥിരമായ ഒരു സെക്രട്ടറി ഇല്ലാത്തത് കാരണം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദീർഘകാലം STV സാറ്റ്ലിങ്സിന്റെ മുൻനിരയിൽ സേവനമനുഷ്ഠിച്ച ഷൊർണൂർ പരുത്തിപ്ര അണിയത്ത് ഉണ്ണികൃഷ്ണൻ വിടവാങ്ങി. 53 വയസ്സായിരുന്നു. ആരംഭകാലം മുതൽ ചാനലിന്റെയും കേബിൾ നെറ്റ്വർക്കിന്റെയും ഭാഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഏതാനും നാളുകളായി രോഗബാധിതനായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് അന്തരിച്ചത്. പിതാവ് അണിയത്ത് കുമാരൻ, അമ്മ ശാരദ, സഹോദരിമാർ പ്രമീള, അനിത, സഹോദരി ഭർത്താക്കന്മാർ തിലകൻ, അശോകൻ. ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ STV ചെയർമാൻ RB അനിൽകുമാർ അനുശോചനം രേഖപ്പെടുത്തി. SKSSF പാലക്കാട് ജില്ലാ ആദർശ സമ്മേളനം ഡിസംബർ 26-ന് കൊപ്പത്ത് നടക്കും. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF പാലക്കാട് ജില്ലാ കമ്മിറ്റി ഡിസംബർ 26-ന് വൈകിട്ട് 4 മണി മുതൽ 10 മണി വരെ കൊപ്പം സെന്ററിലെ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നഗറിലാണ് ആദർശ സമ്മേളനം സംഘടിപ്പിക്കുക. സയ്യിദ് ഹസൻ സഖാഫെ തങ്ങൾ കൊപ്പം മഖാമിൽ സിയാറത്തിന് നേതൃത്വം നൽകും. സുന്നി മഹൽ വാഗിഫ് തിയാട്ടിൽ കുഞ്ഞാപ്പ ഹാജി പതാക ഉയർത്തും. ആദർശ സമ്മേളനം സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത ഉപാധ്യക്ഷൻ ഷൈഗുന നെല്ലയ ഉസ്താദ് പ്രാരംഭ പ്രാർത്ഥന നടത്തും. കേന്ദ്ര മുശവാറ അംഗം ഷൈഗുന ഇസ്മയിൽ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ആശയപരമായും ആദർശപരമായും പ്രവാചകകാലം മുതൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും വികലമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന 3 മാസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നെന്നും സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SKSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലകളിലും മേഖലകളിലും നടത്തിവരുന്ന സമ്മേളനം
ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ നടത്തിവരുന്ന സമ്മേളനത്തിൽ SKS പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തപ്പെടുന്ന ആദർശം അമാനത്താണെന്നുള്ള ശീർഷകം നടത്തപ്പെടുന്ന സമ്മേളനം ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ PK സയ്യിദ് ഹുസൈൻ തങ്ങൾ, ഷിഹാബ് അൻവരി, മുഹിനുദ്ദീൻ ബാക്കഫി, N ഹബീബ്, ഉമർ ഫാറൂഖ് മൗലവി, സിദ്ദിഖ് റഹിമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. കടമ്പൂർ യുവരശ്മി ക്ലബ്ബ് ആൻഡ് വായനശാലയുടെ 31ാം വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവരശ്മി ക്ലബിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ സമാപനമാണ് ശനിയാഴ്ച നടക്കുന്നത്. കടമ്പൂർ LP സ്കൂളിൽ വൈകിട്ട് 6-ന് നടക്കുന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉപഹാര വിതരണം നിർവഹിക്കും. ഗായകൻ ഭവിൻ വിനോദിനെ ചടങ്ങിൽ ആദരിക്കും. 1993-ൽ തച്ചാട്ടുപറമ്പ് പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപവൽക്കരിച്ചതാണ് യുവരശ്മി ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരമടക്കം നടത്തിവരുന്നുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക ബഹുമതി, ജില്ലയിലെ ഏറ്റവും മികച്ച യൂത്ത് ക്ലബ്ബ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ക്ലബ്ബ് നേടിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളന ശേഷം നൃത്തനൃത്യങ്ങൾ, കോബ്ര രാജേഷ് നയിക്കുന്ന സ്റ്റേജ് ഷോ എന്നിവ നടക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് A സുധീർ, സെക്രട്ടറി A ഹരിദാസ്, K സുജിത്ത്, A അനീഷ് എന്നിവർ അറിയിച്ചു. 31ാം വാർഷികം വളരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ഈ ഡിസംബർ 28-ാം തീയതി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാകായിക സാംസ്കാരിക പരിപാടികളുടെ ഒരു പരിസമാപ്തിയാണ് നമ്മൾ ഈ 31ാം വാർഷികം ആഘോഷിക്കുന്നത്. 31ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ സാറാണ്. അതേപോലെ തന്നെ ആ പരിപാടിയിൽ ക്ലബ് അംഗവും അതേപോലെ തന്നെ സ്റ്റാർ സിംഗർ, അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിൽ വളരെ നമ്മളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഭവിൻ വിനോദ്, അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവരും സുപരിചിതമായ കോബ്ര രാജേഷ്, TV സീരിയൽ രംഗങ്ങളിൽ വളരെ സുപരിചിതമായ കോബ്ര രാജേഷിന്റെ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ മാഗസിൻ അക്ഷരജ്വാലയുടെ പ്രകാശനം നടന്നു. പ്രസിദ്ധ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ബിന്ദു കൃഷ്ണ പുസ്തകം പ്രകാശനം ചെയ്തു. കുറച്ച് ടൈം ഫ്രീ കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡേയ്സായിട്ട് കുറച്ചൊന്ന് കിടന്നുറങ്ങാനോ, ഞാൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അത് മാറ്റി ഈ ഒരു പ്രായത്തിൽ സാറ് എന്താ പറയുക, ഇങ്ങനെ നല്ല കാര്യങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇരിക്കുക. കാരണം പഴയ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വളർന്ന 90s ഞങ്ങൾക്ക് കിട്ടാത്ത പലതും ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ K പത്മാവതി, MK വേലായുധൻ, എഴുത്തുകാരൻ ദിവാകരൻ പരുത്തിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് മാസ്റ്റർ സ്വാഗതവും ലൈബ്രറിയൻ B ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. SKMMA പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SKMMA ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെറുപ്പുളശ്ശേരിയിൽ സമാപിച്ചു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചുകോയ തങ്ങളാണ് ജാഥ ക്യാപ്റ്റൻ. ഞായറാഴ്ച രാവിലെ ഒരു 11 മണിയോടുകൂടി 8 നിർധനരായ പെൺകുട്ടികൾ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം വാണിയംകുളത്ത് വെച്ച് നടക്കും. പ്രതിനിധി സമ്മേളനവും ഈ വിവാഹ സദസ്സും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭൂതി നൽകുന്ന, എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനവും കൂടിയാണ്. 30-ാം തീയതി കോട്ട മൈതാനത്ത് വെച്ച് നടക്കുന്ന പ്രൗഢോജ്വലമായ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ സയ്യിദ് ജിഫ്രി തുക്കാത്തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും നമ്മുടെ വഴികാട്ടികളായ എല്ലാവരും പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ് കോട്ട മൈതാനത്ത് നടക്കുന്നത്. CV റഹ്മാൻ പട്ടാമ്പി, PM യൂസഫ് പത്തിരിപ്പാല എന്നിവരാണ് വൈസ് ക്യാപ്റ്റന്മാർ. മണ്ണൂരിൽ നടന്ന സ്വീകരണ യോഗം ജാഥ ക്യാപ്റ്റൻ PK ഇമ്പിച്ചുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ പള്ളി മഹല്ല് ഭാരവാഹികൾ, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഹാരാർപ്പണം നടത്തി. കോട്ടക്കുന്ന് പള്ളി ഖത്തീബ് സയ്യിദ് അൻവരി, ഉബൈദുള്ള തങ്ങൾ, മുഹമ്മദ് റഫീഖ്, കളത്തിൽ സൈദാലി, കിഴക്കുംപുറം പള്ളി ഖത്തീബ് സാദിഖ് അലി ഭാഗവി, അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കഴിഞ്ഞ ദിവസം ഗുണ്ടാശ്ശേരിയിൽ ആക്രമണം നടന്ന കോട്ടായി കീഴത്തൂരിലെ മൻസൂരിന്റെ വീട്ടിൽ
DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഗ്രാമീണ മേഖലയിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്ന് തങ്കപ്പൻ ആവശ്യപ്പെട്ടു. പ്രതികളെ പിടികൂടാത്തതിനുള്ള പരാതി കുടുംബാംഗങ്ങൾ DCC പ്രസിഡന്റിനോട് പറഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായും എ തങ്കപ്പൻ പറഞ്ഞു. നമുക്ക് വളരെയേറെ സാധാരണക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം, ഒരു ഗുണ്ടാ വിളിയാട്ടം നടന്നിരിക്കുന്നു. അതിന്റെ വീഴ്ച എന്ന് പറയുന്നത് അതാത് സമയത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് തലേദിവസം തന്നെ ഇതിനെതിരെ പരാതി കൊടുത്തപ്പോൾ ആ പരാതി പരിഗണിക്കാതെ ആ ഗൗരവത്തിലെടുക്കാത്തതിന്റെ ഫലമാണ് ഈ വീട് അക്രമം. അപ്പോൾ അക്രമം നടക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി. കാരണം ഒന്നില്ലെങ്കിൽ രാത്രി വിളിച്ച് ഈ അപകടത്തിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, തലേദിവസം ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തു, ആ പരിഗണിച്ചില്ല. അപ്പോൾ ലോക്കൽ പോലീസിന് ധാരാളം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ, DCC സെക്രട്ടറി C പ്രകാശൻ തുടങ്ങിയ നേതാക്കളും എ തങ്കപ്പന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിനെ പരോക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യോഹനോൻ മാർ മിലിത്തോസ് ആണ് വിമർശനവുമായി രംഗത്തെത്തിയത്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് ചോദിച്ചായിരുന്നു ഫേസ്ബുക്കിലൂടെ മെത്രാപ്പൊലീത്തയുടെ വിമർശനം. പാലക്കാട് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിന്റെയും നല്ലേപ്പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. പെരുങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ഭാരവാഹികളും മറ്റു കോൺഗ്രസ് തരൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബാലൻ തോലന്നൂർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, പെരുങ്ങോട്ടുകുറിശി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് രവി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ SDPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടനകളുടെ വർഗീയ ഫാസിസത്തിനെതിരെ സംഘടിപ്പിച്ച SDPI പ്രതിഷേധ മാർച്ചിന് വൈസ് പ്രസിഡന്റ് സുബൈർ ഒറ്റപ്പാലം, ജോയിന്റ് സെക്രട്ടറി മജീദ് അമ്പലപ്പാറ എന്നിവർ നേതൃത്വം നൽകി. വിളിക്കേണ്ടി വരും. ഉത്തരേന്ത്യയിലാണ് RSSന്റെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലേക്കും അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ, മതേതര, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനമനസ്സുകളും ജനാധിപത്യ വിശ്വാസികളും നേടിയ ഈ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഈ ക്രിസ്ത്യൻ വേട്ട, ന്യൂനപക്ഷ വേട്ട, ദളിത് വേട്ടയ്ക്കെതിരെ ശക്തമായി തെരുവിലിറങ്ങണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കന്നിമാരി കുറ്റിക്കൽ ചള്ളയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു. കുറ്റിക്കൽ ചള്ള സ്വദേശി ഭക്തവത്സന്റെ വാഹനമാണ് അജ്ഞാതർ കത്തിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അജ്ഞാതൻ മുഖംമൂടിയും വെൽഡിംഗ് ഗ്ലാസുമിട്ട് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. ശേഷം കുപ്പിയിലുണ്ടായിരുന്ന പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. PP കിറ്റും മുഖംമൂടിയും വെൽഡിംഗ് ഗ്ലാസും ധരിച്ചയാൾ വാഹനത്തിന് സമീപമെത്തി ഇന്ധനമൊഴിച്ച് തീയിടുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുകാർ നൽകിയ പരാതിയിൽ മീനാക്ഷിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീടിന് സമീപത്തുള്ള തന്നോട് വൈരാഗ്യമുള്ള ആരോ ആണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയതെന്നാണ് വീട്ടുടമ സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി ശ്രീ അന്തിമഹാകാളൻകാവ് താലപ്പള്ളി മഹോത്സവത്തോടനുബന്ധിച്ച് കാവിൽ നടന്നുവരുന്ന സ്റ്റേജിന പരിപാടികൾ തുടരുന്നു. മോഹിനിയാട്ടം വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരി കലാമണ്ഡലം സുബിത ജതീഷ് പരിശീലിപ്പിച്ചവരുടെ നൃത്തസന്ധ്യ അരങ്ങേറി. നൃത്തപരിപാടികളിൽ പങ്കെടുത്തവർക്ക് ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു ഉപഹാരങ്ങൾ നൽകി. അതിൽ എല്ലാ മേഖലയിലും പ്രതിസന്ധിയിലായപ്പോൾ സംസ്ഥാന സർക്കാർ കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ
പഠിക്കാൻ സാമ്പത്തികമായി, അതായത് ഡാൻസ്, മറ്റു കലാരൂപങ്ങളൊക്കെ പഠിക്കാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു അവസരം നൽകിക്കൊണ്ട് ആണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് നമ്മുടെ നഗരസഭയിലും ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 17 തുടങ്ങിയ സ്റ്റേജിന് പരിപാടികൾ ഡിസംബർ 24 ഗാനമേളയോടെ സമാപനമാകും. ഡിസംബർ 25 അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കോട്ടായി IHRD അപ്ലൈഡ് സയൻസ് കോളേജ് NSS യൂണിറ്റ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയും ചേർന്ന് മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ ശുചീകരണം നടത്തി. പരുത്തിപ്പുള്ളി ALP സ്കൂളിൽ നടന്നുവരുന്ന ജീവനം NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. പിന്നെ ഉണ്ട് കോട്ടായി പഞ്ചായത്തിൽ തന്നെ, അവിടെയും ക്ലീൻ ആക്കാനാണ് ഉദ്ദേശിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമഭാവനയുടെ തിരുപ്പിറവി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനയ്ക്കും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിനും ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും ക്രിസ്തുമസ് കരോത്സംഘവും സജീവം. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളി പ്രക്ഷോഭം. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌണിന് മുന്നിൽ തൊഴിലാളി സമരം ആരംഭിച്ചു. ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് സംയുക്ത തൊഴിലാളികൾ. തൃശൂരിൽ അമ്മയെയും മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് എരിഞ്ഞേരി അങ്ങാടിയിൽ പല്ലൻ വീട്ടിൽ 48-കാരനായ പ്രവീൺ, മാതാവ് 78 വയസ്സുള്ള മെറീന. ഇരുവരെയും കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ. സംഭവം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരരുതെന്ന രാഷ്ട്രീയ ഭരണകൂട ശാഠ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരെല്ലാം മാധ്യമപ്രവർത്തകരെന്ന് KUWJ പാലക്കാട് ഘടകം. കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധം. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കം അനുവദിക്കില്ലെന്നും KUWJ. കേരളത്തിന്റെ ഭിന്നശേഷി സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഡിസംബർ 27 കുളപ്പുള്ളിയിൽ ചേരുന്ന ജില്ലാ സമ്മേളനം ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഒളിവിൽ പോയ യൂട്യൂബർ മണവാളിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 ഏപ്രിൽ 19. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം. സംഭവത്തിൽ 11 പേർ പഴയന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിനെ അറിയിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.